നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഏത് മൂവ്മെൻറ്റിനും ഒരു രണ്ട് തരത്തിലുള്ള ഒരു ഒരു രണ്ട് തലങ്ങളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ ചിന്തയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൻ്റെയും വലിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ കൾച്ചറൽ ആക്ഷൻ എന്നുള്ള കാര്യം അവർ മറന്നുപോയി. ഏറ്റവും അവസാനം ഈ കോവിഡ് കാലത്ത് ഈ രാമായൺ സീരിയൽ വീണ്ടും CTV കാണിക്കണ്ടായി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒറ്റ എപ്പിസോഡ് എന്നുള്ള റെക്കോർഡോ മറ്റോ അതിന് കിട്ടുകയുണ്ടായി. മാത്രമല്ല ഈ രാമജന്മഭൂമി പോലുള്ളൊരു ഇഷ്യൂ നിൽക്കുമ്പോഴാണ് ഈ സംഗതി പോകുന്നതെന്ന് ഓർക്കണം, ഈ സീരിയൽ പോകുന്നതെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ ഈ രാമായണത്തെ സംബന്ധിച്ച വൈവിധ്യവൽക്കരണങ്ങൾക്ക് മുകളിൽ ഒരൊറ്റ രാമായണത്തിൻ്റെ ഒരാധിപത്യം സ്ഥാപിതമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദു വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നേതാവില്ലായിരുന്നു. അവർ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ പട്ടേലിനെ പോലെയുള്ള ആൾക്കാരെ തങ്ങളുടെ നേതാവ് എന്നുള്ള തരത്തിൽ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് രാമൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിനെ അവർക്ക് കിട്ടുന്നത്. അതിന് വലിയ തരത്തിൽ ഈ കൾച്ചറൽ ആയിട്ടുള്ള ഈ പറയുന്ന സീരിയൽ സഹായിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഏത് മൂവ്മെൻറ്റിനും ഒരു രണ്ട് തരത്തിലുള്ള ഒരു രണ്ട് തലങ്ങളുണ്ട്. അതിലൊന്ന് കൾച്ചറലാണ്. ഇപ്പം തിലകിൻ്റെ പ്രസ്ഥാനം വിജയിക്കുന്നത്, ആ സമയത്ത് വിജയിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ ഗണേശോത്സവം ഉണ്ടാക്കുന്നു, ശിവജീരോത്സവം ഉണ്ടാക്കുന്നു. മൂന്നാമത് ഒരു ബ്രാഹ്മിൻ നാടകവേദി ഉണ്ടാക്കുക. ഈ നാടകവേദിയിൽ ഇപ്പം കീചകവധം കളിക്കുന്നു. കീചകവധം നാടകം കളിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ കീചകനെ ഭീമൻ കൊല്ലുന്ന കഥയാണ്. പക്ഷെ ഇത് കാണുന്ന ആൾക്ക് ഈ ഭീമസേനൻ തിലകനാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഇക്വേഷൻ മനസ്സിൽ നിൽക്കുക. ഇപ്പം ഈ കീചകൻ എന്ന് പറയുന്നത് കഴ്സം പ്രഭുവാണ്, ബംഗാൾ ഉപയോഗിച്ച കഴ്സം പ്രഭുവാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കോണോട്ടേഷൻസ് അവിടെ ഉണ്ടാവുകയാണ്. ഇത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ ചിന്തയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൻ്റെയും വലിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ കൾച്ചറൽ ആക്ഷൻ എന്നുള്ള കാര്യം അവർ മറന്നുപോയി. ഇപ്പം എല്ലാ തരം പാർട്ടികളും നോക്കിയാലറിയാം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വേര് പിടിച്ചത്. KPSസിൻ്റെ നാടകവും അല്ലെങ്കിൽ നമ്മളൊന്നും പാട്ടവാക്യമൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു തിയറി മാത്രം വെച്ചിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനൊരു ആനുഭവിക തലം വേണം. നിങ്ങളെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്നത് എവിടെയാണെന്നുള്ളൊരു ആനുഭവിക തലം വേണം. ഇത് ആ ഭാഗം അവഗണിക്കുകയാണ് മറ്റ് പാർട്ടികൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇവർ നിരന്തരമായിട്ട് ഇത് പിടിച്ചുകൂട്ടി. ഇപ്പം ഇത്രയും വലിയ ടെക്നോളജി വരുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന എന്താ, ബാഹുബലി പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ RRR പോലെയുള്ള സിനിമകൾ. ഈ ടെക്നോളജി വെച്ചിട്ട് ഒരു മോഡേൺ ആയിട്ടുള്ള പ്രശ്നത്തിനെ അഭിസംബോധന ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് മിത്ത് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.